ഇപ്പോൾ നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണും. വൈസ് ചാൻസലർ നിയമിച്ചു എന്നതുകൊണ്ടാണ്, അത് ശരിവെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഗവർണർക്ക് ചാൻസലർക്ക് വയ്ക്കാം, പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കണം. ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ വിധിയുടെ അമ്പസത്ത് എന്താ? യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പരിശോധിച്ചിരിക്കുന്നത് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം എന്നതിനേക്കാളൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും ഗൗരവത്തോടു കൂടി സുപ്രീം കോടതി പരിശോധിച്ചത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം യൂണിവേഴ്സിറ്റികളിൽ തർക്കം മൂലം ഉണ്ടാകുന്നു. അതുകൊണ്ട് രണ്ട് അറ്റോർണിയും ചാൻസലർക്ക് വേണ്ടി ഹാജരായ വക്കീലിനോടും ഗവൺമെന്റിന് വേണ്ടി അവിടെ ഹാജരായ വക്കീലിനോടും ചാൻസലറും ഗവൺമെന്റും തമ്മിൽ ചർച്ച നടത്തി ഒരു കൺസെൻസസ് ഉണ്ടാക്കി തുടർ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ചാൻസലറും ഗവൺമെന്റും തമ്മിൽ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. നിയമത്തിനകത്ത് വ്യവസ്ഥയുള്ള സർക്കാരിൻ്റെ പാനലിൽ നിന്ന് ആളെ വയ്ക്കണം എന്നുള്ള വ്യവസ്ഥയെ തന്നെ ലംഘിക്കുക വഴി സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയെയും സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ചാൻസലർ എന്ന നിയമപരമായ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് അതീവ ഗൗരവമായിട്ടുള്ളതാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണ്. 141 നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ വിധിയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. രണ്ട്, ഈ കൺസെൻസസ് ഉണ്ടാക്കണം, കൺസൾട്ടേഷൻ വേണമെന്ന സുപ്രീം കോടതിയുടെ ആ അമ്പസത്തെയാണ് ഗവൺമെന്റ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ ഗവർണറെ കാണുകയും യൂണിവേഴ്സിറ്റിക്കകത്ത് തുടരുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതിന്റെ ഇപ്പോൾ ചാൻസലർ സർക്കാർ പോര് വീണ്ടും സജീവമാകുന്നുണ്ട്. അതിൻ്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിയമമന്ത്രി സുപ്രീം കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് മേൽക്കൈയുണ്ട് ആ വിധിയിൽ. അത് പക്ഷേ ചാൻസലർ കണക്കിലെടുക്കുന്നില്ല. ഇപ്പോഴും ആ ഉത്തരവിന് വിരുദ്ധമായി ചാൻസലർ തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഉയർത്തുന്നത്.